മക്കളെ, നാളെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് എൻ്റെ കുട്ടികളുടെ സ്കൂളുകളിലെല്ലാം ക്വിസ് പ്രോഗ്രാമുകളും പല തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ നടക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വിസ് പ്രോഗ്രാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കൂ, മഹാത്മാഗാന്ധി ജനിച്ചത് എന്നാണ്? എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഒക്ടോബർ 2 അദ്ദേഹം ജനിച്ചത് എന്നുള്ള കാര്യം. പക്ഷേ വർഷം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധ്യത കുറവാണ്. സോ 1869 ഒക്ടോബർ 2 അദ്ദേഹം ജനിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജി ജനിച്ചത് എവിടെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഗുജറാത്തിലാണ് എന്നൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിയുടെ മാതാപിതാക്കൾ ആരെല്ലാം? അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിന്റെ മാതാവ് അല്ലെങ്കിൽ അമ്മയുടെ പേര് പുത്ലീബായി എന്നും അച്ഛന്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിയുടെ മുഴുവൻ പേരെന്താണ്? അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാന്ധിജി, ഗാന്ധി എന്നൊക്കെ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അദ്ദേഹം അന്ന് ജനിച്ച വീട് ഇന്നും ഉണ്ട്, അതിന്റെ പേര് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കീർത്തി മന്ദിർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ആൻസർ 1925, 1925. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ആൻസർ ടോൾസ്റ്റോയ് ഫാം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ് അദ്ദേഹത്തെ ആദ്യമായി നമ്മുടെ രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് നേഷൻ എന്ന് വിളിച്ചത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്തത്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ ഇന്ത്യൻ ഒപ്പീനിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ആൻസർ അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് അദ്ദേഹം ദണ്ഡിയാത്ര ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിയുടെ അവസാന വാക്കുകൾ. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആള് നമ്മുടെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നപ്പോൾ അദ്ദേഹം അവസാനമായി പറഞ്ഞ വാക്കുകൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഹേ റാം എന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1936. ഇനി ഒരു ക്വസ്റ്റ്യൻ എൻ്റെ കുട്ടികൾക്കായിട്ട് മിസ് തരികയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹം കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വിഷമമേറിയ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായിരുന്ന സബ്ജക്റ്റ് വിഷയം ഏതായിരുന്നു? ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക.